ചിക്കൻ കറിയുടെ രുചിയിൽ കടലക്കറി. ചിക്കൻ കറി പോലെ തന്നെ അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ ഈ രീതിയിൽ കടലക്കറി ഉണ്ടാക്കിയാൽ. ഒരിക്കലെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു കുക്കറിൽ 1 കപ്പ് കടല എടുക്കുക. നമ്മളിവിടെ കടല കഴുകി 8 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. 3 കപ്പ് വെള്ളം, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. മൂടി അടച്ച് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരെയും അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വരെയും അടിക്കുക. 6 വിസിലുകൾക്ക് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും അങ്ങനെ തന്നെ വയ്ക്കുക. 20 മിനിറ്റിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം. കടല നന്നായി വെന്തിട്ടുണ്ട്. പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റിവെക്കുക. ഇനി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. അതിനുശേഷം ഒരു കഷ്ണം കറുവപ്പട്ട, 2 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക് എന്നിവ ചേർക്കുക. 10 സെക്കൻഡ് നേരം ഇളക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. ഇനി 1 കപ്പ് തേങ്ങ ചിരകിയത്, 4-5 വെളുത്തുള്ളി അരിഞ്ഞത്, 10 മുതൽ 12 വരെ ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കുക. ചെറുതായി ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഏകദേശം 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വഴറ്റുക. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് മസാലകൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം വഴറ്റുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഗ്രൈൻഡർ ജാറിലേക്ക് മാറ്റുക. ആദ്യം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. നന്നായി ഒന്ന് അരഞ്ഞതിന് ശേഷം മാത്രം കുറച്ച് വെള്ളം ചേർത്ത് വീണ്ടും നന്നായി അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. ഇനി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടിയതിന് ശേഷം 3 വറ്റൽ മുളക് 2ആയി മുറിച്ചത്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർക്കുക. 20 സെക്കൻഡ് നേരം ഇളക്കാം. ഇനി ഒരു സവോള അരിഞ്ഞത്, 1/2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി അരിഞ്ഞത്, ഒരു പച്ചമുളക് നടുവേ കീറിയത് എല്ലാം ചേർത്ത് നന്നായി ഇളക്കുക. സവോള ചെറുതായി ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതുവരെ ഏകദേശം 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വഴറ്റുക. ഇനി ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കാം. നന്നായി ഇളക്കുക. മൂടി അടച്ച് വീണ്ടും 5 മിനിറ്റ് നേരം വേവിക്കുക. 5 മിനിറ്റിന് ശേഷം തക്കാളി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ സമയം ഇതിലേക്ക് നേരത്തെ വേവിച്ച കടല ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് ചെറു ചൂടുള്ള വെള്ളവും ചേർക്കാം. ഗ്രൈൻഡർ ജാർ 1 കപ്പ് വെള്ളത്തിൽ കഴുകി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പ്രത്യേക രുചി കിട്ടുന്നതിനായി 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കറിക്ക് ആവശ്യമുള്ള കട്ടി കിട്ടുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. ഏകദേശം 4 മിനിറ്റ് നേരം ചൂടാക്കിയാൽ പാകത്തിന് കട്ടിയിൽ കിട്ടും. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചിക്കൻ കറിയുടെ രുചിയിൽ കടലക്കറി റെഡി. ചിക്കൻ കറി പോലെ തന്നെ അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ ഈ രീതിയിൽ കടലക്കറി ഉണ്ടാക്കിയാൽ. ചപ്പാത്തി, റൊട്ടി, പൊറോട്ട, ചോറ് അല്ലെങ്കിൽ പുട്ട് എന്നിവയ്ക്കൊപ്പം കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതുപോലെ കടലക്കറി ഉണ്ടാക്കിയാൽ. സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും. നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക. 4 മണി പലഹാരങ്ങൾ, സ്നാക്സ്, ബിരിയാണി, ഡെസേർട്സ്, ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.